ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് CSEBയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഡിസംബർ 20 നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം BCom കോർപ്പറേഷനിൽ അല്ലെങ്കിൽ HDC JDC പഠിച്ചവർക്കാണ് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ അപേക്ഷാ രീതിയിലൊരു മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, വൺ ടൈം രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ വൺ ടൈം രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ ജൂനിയർ ക്ലർക്കിൻ്റെ അപേക്ഷ വരുന്നത്, അതായത് 13/2023 എന്ന് പറഞ്ഞ നമ്മുടെ കാറ്റഗറി നമ്പറുള്ള ജൂനിയർ ക്ലർക്കിൻ്റെ അപേക്ഷ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. അതായത് ബാക്കി വരുന്ന 11/2023 സെക്രട്ടറിയുടെ തൊട്ട് നമുക്ക് 17/2023 ടൈപ്പിസ്റ്റിൻ്റെ വരെയുള്ള അപേക്ഷകൾ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക്. പക്ഷേ ജൂനിയർ ക്ലർക്കിൻ്റെ നമുക്ക് ഇപ്പോഴും ഓഫ്ലൈൻ മാത്രമായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുമെന്ന് അവരത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്, ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നേരെ ജൂനിയർ ക്ലർക്കിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ അപേക്ഷിക്കാമെന്ന് കരുതി ഇരിക്കേണ്ട. നെക്സ്റ്റ് എക്സാം തൊട്ട് നമുക്ക് ഓൺലൈനായിരിക്കും. ബാക്കി എല്ലാ കാറ്റഗറിയും നമുക്ക് ഓൺലൈനിൽ ചെയ്യാം, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ജനുവരി 31, 2024 അപ്പോൾ അതുവരെ നോക്കിയിരിക്കാതെ നമ്മുടെ ജൂനിയർ ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമുക്ക് നേരത്തെ തന്നെ അയച്ചു തുടങ്ങണം. അതായത് 31 മുമ്പായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജൂനിയർ ക്ലർക്കിന് നമുക്ക് ഓഫ്ലൈൻ മാത്രമേ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ, അതെല്ലാവരും ശ്രദ്ധിക്കണേ. അതുപോലെ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാമും നമുക്ക് ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും രണ്ട് എക്സാമിന് വേണ്ടിയിട്ടും പഠിച്ചു തുടങ്ങാം. താങ്ക്